ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഇന്ന് ഞാൻ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് പറിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല നാച്ചുറലായിട്ടുള്ള നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. അവരൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പം അവരുടെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം അവിടെ പോയപ്പം അവിടെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി ആ ഹെയർ പാക്ക് 1 മാസമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, അപ്പോൾ നല്ല ഇതുണ്ട്, എഫക്റ്റാണ്, മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം കുറഞ്ഞു, പിന്നെ തലയിലൊക്കെ താരനൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ട സാധനങ്ങൾ അലോവേര, തുളസിയില, പിന്നെ ചെമ്പരത്തി, അതായത് 5 ഇതളുള്ള ചെമ്പരത്തി തന്നെ എടുക്കണം. കുറേ തട്ടുള്ള ചെമ്പരത്തി ഇല്ലേ, അതല്ലാതെ 5 ഇതളുള്ള ചെമ്പരത്തിയും ആ ചെമ്പരത്തിയുടെ തന്നെ ഇല, പിന്നെ കറിവേപ്പില, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഇത് ഈ കറിവേപ്പില, ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, പിന്നെ തുളസി, ഇതൊക്കെ ഒരു പിടി അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അലോവേരയും ഇപ്പം അത്യാവശ്യം വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴുകിയിട്ടാണെങ്കിൽ കഴുകി ഇത് തുടച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശമില്ലാതെ തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. തീരെ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇത് അലോവേരയൊക്കെ ഉള്ളതുകൊണ്ട് അരഞ്ഞു കിട്ടും, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. ഞാൻ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിലും കൂടെ 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെമൺ വേണമെന്നുണ്ടെങ്കിൽ, ലെമൺ തലയിലൊക്കെ താരനൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. ഞാനിവിടെ 1 ലെമണും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. ഇത് ആഴ്ചയിൽ 1 തവണയെങ്കിലും എന്തായാലും ചെയ്യണം. ആഴ്ചയിൽ 1 or 2 തവണ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ 1 തവണയെങ്കിലും എന്തായാലും ചെയ്യണം. അത് 1 മാസമെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ എഫക്റ്റ് ശരിക്കും അറിയാൻ പറ്റൂ. മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും, അതേപോലെ താരൻ പോകും, തലയിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നല്ലൊരു ഹെയർ പാക്കാണ് ഇത്. കുട്ടികൾക്കും നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. ഇത് തേച്ചിട്ട് 1/2 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നന്നായി വെള്ളത്തിൽ ഇത് കഴുകി കളയുക. ഷാമ്പു ഒന്നും ഇട്ടിട്ട് കഴുകി കളയാൻ പാടില്ല. സാധാ കുളിക്കുന്ന പോലെ തന്നെ സാധാരണ വെള്ളത്തിൽ നന്നായി വെള്ളം ഒഴിച്ച് കഴുകിയാൽ ഇത് പോയിക്കോളും. ഇത് നമ്മുടെ തലേൻ്റെ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തലേൻ്റെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കും. മുടിയിഴകളിലേക്ക് തേക്കണം എന്നൊന്നുമില്ല, സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ആഴ്ചയിൽ 1 ദിവസം 1/2 മണിക്കൂറെങ്കിലും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഒഴിവുള്ള ദിവസങ്ങളിൽ തേക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് തേച്ച് കുളിച്ച് കഴിയുമ്പോൾ തലയിൽ കുറച്ച് പൊടികളുണ്ടാവും. ഇതിൻ്റെ ചെറിയ പൊടികൾ തലയിലുണ്ടാവും. അത് മുടി ഉണങ്ങിയതിന് ശേഷം ചീപ്പിട്ട് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ ഈ പൊടികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ ആ പൊടികൾ ഇങ്ങനെ കാണും. അതുകൊണ്ട് ഒഴിവുള്ള ദിവസങ്ങളിൽ തേക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ മുടി ഇങ്ങനെ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നമുക്ക് സ്വന്തം തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാളുടെ തലയിൽ തേക്കുന്നത് കാണിക്കുന്നത്. നന്നായിട്ട് തേച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളയുക. ഇത് വളരെ നല്ലതാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം ഇത് ചെയ്തിട്ട് നല്ലതാണ്, മുടിക്ക് നല്ല എന്താ പറയുക, കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്, തലയിലെ താരം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് തുളസി, തലയിൽ പേനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിച്ചിൽ പോലെ ഈ ഇൻഫെക്ഷൻ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അലോവേരയാണ്, അത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ല സാധനമാണ്. പിന്നെ ചെമ്പരത്തി ചേർക്കുന്നത്, ചെമ്പരത്തി മുടി വളരാൻ നല്ലതാണ്. പിന്നെ ചെമ്പരത്തി നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. അപ്പം അത്, പിന്നെ കറിവേപ്പിലയും മുടി വളർച്ചയ്ക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചാറുണ്ടല്ലോ, അപ്പോൾ കറിവേപ്പിലയും നല്ലതാണ്. പിന്നെ മുടിക്ക് ബലം കിട്ടാനും ഒലിവ് ഓയിൽ നല്ലതാണ്. താരൻ പോകാൻ ചെറുനാരങ്ങ,
അപ്പോൾ ഇത്രയും നല്ല നല്ല സാധനങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക. ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ആഴ്ചയിൽ 1-2 തവണ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ സ്കാൽപ്പിൽ നിറയെ തേച്ചതിന് ശേഷം മുടി കെട്ടി വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ പിടിച്ചിട്ട് അരമണിക്കൂറെങ്കിലും തലയിൽ പിടിക്കണം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇത് എന്തായാലും 100% ഉറപ്പാണ് ഇതിന് നമുക്ക് നല്ലൊരു ഫലം കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.